$13,000 നിന്ന് $150 മില്യൺ വരെ എത്തിച്ച ഒരു ട്രേഡർ, ഒരു ജാപ്പനീസ് ട്രേഡർ തക്കേഷി കൊട്ടേഗ്വ. എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങും ഷോർട്ട് സ്വിങ്സുമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇൻട്രാഡേ, സ്വിംഗ്, കൺഫ്യൂഷൻ ആയോ? ഈ വീഡിയോയിലൂടെ നമുക്ക് എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ്, എന്താണ് സ്വിംഗ് ട്രേഡിംഗ്, കൂടാതെ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണമെന്ന് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എൻട്രി ഫിൻ അക്കാഡമി. ദിസ് ഇസ് എലിസബത്ത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് മനസ്സിലാക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ പേര് പറയുന്ന പോലെ തന്നെ ഇൻട്രാഡേ, ആ ഒരു ദിവസത്തിൽ തന്നെ നടക്കുന്ന ട്രേഡ്സ്. അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 9:15-നാണ്, മാർക്കറ്റ് എൻഡ് ചെയ്യുന്നത് 3:30-ക്കാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ട്രേഡ് എൻ്റർ ചെയ്ത് ക്ലോസ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രേഡ്സിന്റെ എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഹൈ മൊമെന്റം ഉള്ള സ്റ്റോക്സിൽ, അതായത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന സ്റ്റോക്സിലൊക്കെ നമുക്ക് ബൈ ചെയ്ത് സെല് ചെയ്ത് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് റിസ്ക്കും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ആ ദിവസം തന്നെ ട്രേഡിങ്ങും കാര്യങ്ങളും എല്ലാം തീരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഈ ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ വരുന്നത് നമുക്ക് ഓവർനൈറ്റ് റിസ്ക് ഇല്ല. അതായത് നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തിട്ട് അന്നത്തെ ദിവസം തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓവർനൈറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത സ്റ്റോക്ക് എങ്ങാനും പെട്ടെന്ന് ഒരു ദിവസത്തെ ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് വന്നിട്ട് പെട്ടെന്ന് ഫോൾ ആവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ അവിടെ ഒരു റിസ്ക് വരുന്നില്ല. ഓവർനൈറ്റിന്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമുക്ക് ആ ദിവസം തന്നെ ട്രേഡ് എൻ്റർ ചെയ്യുന്നു, അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ലിവറേജ് ലഭിക്കുന്നുണ്ട്. ലിവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഡീഷണൽ മാർജിൻ ബ്രോക്കറിന്റെ ഭാഗത്ത് നിന്ന് തരുന്നതിനാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ 5x ലിവറേജ് തരുന്നുണ്ട്. അതായത് 100 രൂപയ്ക്കാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് 100 രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ, അല്ലെങ്കിൽ 500 രൂപയ്ക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അത്രയും ലിവറേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് കൂടുതൽ പണം യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇൻട്രാഡേയിൽ നമുക്ക് പെട്ടെന്ന് ഗെയിൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്കൊരു ട്രേഡ് എടുക്കുന്നു, മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ലപോലെ മൂവ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ട്രേഡ് തീരും, ചിലപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ട്രേഡ് തീരുന്നതാണ്. അപ്പോൾ ഒരു 4 അവർ നമ്മൾ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ ഇരിക്കണം എന്ന് പോലും വരത്തില്ല. അടുത്തത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മാർക്കറ്റ് ഫോൾ ആവുന്ന സമയത്ത് നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇൻട്രാഡേ ട്രേഡിംഗിൽ നമുക്കത് സാധിക്കുന്നതാണ്. മാർക്കറ്റ് ഫോൾ ആയിക്കോട്ടെ, നമുക്ക് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ്, ഫോളിംഗ് മാർക്കറ്റിൽ പോലും പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു നാണയത്തിന് 2 വശമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇത്രയും അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതായത് ലോസിനുള്ള സാധ്യതകൾ ഇൻട്രാഡേയിൽ കൂടുതലാണ്. നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലിവറേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അഡീഷണൽ ലിവറേജ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഫുൾ ക്യാപിറ്റൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ലോസ് വരുന്ന സമയത്ത് അത് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി വളരെ കൃത്യമായിട്ട് വേണം ട്രേഡ് എടുക്കാനായിട്ട്. പിന്നെ നല്ല സ്കില്ലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻട്രാഡേയിൽ സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കുള്ളൂ. ഒരു സ്കിൽഡ് ട്രേഡറിനാണ് നമുക്ക് ഇൻട്രാഡേയിൽ സ്കെയിൽ ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നു ഇൻട്രാഡേ ചെയ്യുന്നു, ട്രേഡ് ചെയ്യുന്നു, പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആവുന്നു, അങ്ങനത്തെ ഒരു കാര്യം ഇൻട്രാഡേയിൽ നടക്കില്ല. നല്ല സ്കില്ല് യൂസ് ചെയ്ത് അതേപോലെ തന്നെ കുറച്ചുകൂടെ സമയമെടുക്കും നമ്മൾ ഇൻട്രാഡേയിൽ ഒന്ന് സക്സസ്ഫുൾ ആയി വരാനായിട്ട്. ഇൻട്രാഡേ ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ടൈമും വേണം, അതേപോലെ തന്നെ നല്ല ഫോക്കസും വേണം. അതായത് നമുക്ക് ചിലപ്പോൾ ഒരു ട്രേഡ് കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ രാവിലെ മുതലേ നോക്കി നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും കിട്ടുക. സോ നമുക്ക് എന്താ നല്ല ടൈമും അതേപോലെ തന്നെ എഫേർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻട്രാഡേയിൽ സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇമോഷണൽ സ്ട്രെസ്സിന്റെ കാര്യം ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നായിരിക്കും പ്രോഫിറ്റും ലോസ് വരുന്നത്. പ്രോഫിറ്റ് എന്ന പോലെ തന്നെ നമുക്ക് ലോസ് വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഇമോഷണലി ഏതെങ്കിലും ഒരു ലോസ് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ട്രേഡ് എടുക്കാനായിട്ട് പോകും. ചിലപ്പോൾ അതും ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ട്രേഡ് എടുക്കാനായിട്ട് പോകും. അപ്പോൾ അങ്ങനെ റിവെഞ്ച് ട്രേഡിങ്ങിനൊക്കെ സാധ്യതയുള്ളതാണ് ഈ ഒരു ഇൻട്രാഡേ ട്രേഡിംഗിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡറില്ലേ, ഒരു ജാപ്പനീസ് ട്രേഡർ, അദ്ദേഹം കൂടുതൽ ചെയ്യുന്നത് ഇതേപോലെ ഇൻട്രാഡേ ട്രേഡ്സുകളാണ്. പക്ഷെ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള സ്കില്ലുള്ളത് കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ പൈസ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻട്രാഡേ ട്രേഡിംഗിൽ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ ലോസിനുള്ള പൊട്ടൻഷ്യലും നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലപോലെ സ്കിൽഫുൾ ആയതിനു ശേഷം മാത്രം വലിയ ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു ടൈപ്പ് ട്രേഡിംഗ് ആണ് സ്വിംഗ് ട്രേഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് ഒരു ദിവസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് സ്വിംഗ് ട്രേഡ്. ചിലപ്പോൾ നമ്മൾ ആഴ്ചകളോളം ഹോൾഡ് ചെയ്യും, ചിലപ്പോൾ ദിവസങ്ങളോളം ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ കുറച്ച് അധികം
അധികം ആഴ്ചകളോളം ഇത് ഹോൾഡ് ചെയ്തു എന്ന് വരും. അതായത് ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മൾ എടുക്കുന്ന ട്രേഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ ജാപ്പനീസ് ട്രേഡർ ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്വിങ്സ് കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ കൂടുതലും ഇൻട്രാഡേ ട്രേഡ്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ഇൻട്രാഡേയിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം മുഴുവനായിരിക്കും നമ്മൾ നോക്കി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. പക്ഷെ സ്വിംഗിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് അത്രയും നേരം ഇരിക്കേണ്ട വരത്തില്ല. ചിലപ്പോൾ ഒരാഴ്ചയിൽ ഒരു 3 hours അല്ലെങ്കിൽ അത്രത്തോളം ഒക്കെ മതിയായിരിക്കും നമുക്ക് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് മൊത്തമായിട്ട് അനലൈസ് ചെയ്തൊന്ന് നല്ല ലെവൽസ് ഏതെങ്കിലും വരുമ്പോൾ എൻട്രി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ പ്രസന്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും. അതായത് നമ്മളിപ്പോൾ വല്ലപ്പോഴും ആയിരിക്കും ട്രേഡ് എടുക്കുന്നത്. ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ട്രേഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഡെലിവറി ട്രേഡ്സിലോട്ട് വരുന്ന സ്വിംഗ് ട്രേഡ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കുറവായിരിക്കും. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ട്രെസ്ഫുൾ അല്ല എന്ന് പറയാം. അതായത് ഇൻട്രാഡേ ട്രേഡിങ്ങിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്ന് പ്രൈസ് കൂടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എക്സിറ്റ് അതൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ സ്ട്രെസ്ഫുൾ ആണെന്ന് പറയാം. പക്ഷേ സ്വിംഗ് ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് അത്രയും സ്ട്രെസ്ഫുൾ അല്ല. നമുക്കൊന്ന് നോക്കി ടാർഗറ്റ് ആകുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് ആവും, SL ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് പോവുക. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും നമ്മൾ ഫോൺ നോക്കിയോ അല്ലെങ്കിൽ ലാപ്പ് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നും സ്വിംഗ് ട്രേഡിങ്ങിൽ വരുന്നില്ല. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. നല്ല ഗുണമുള്ള പോലെ തന്നെ ദോഷങ്ങളും ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു റിസ്ക് വരുന്നില്ലേ? അതായത് ഇപ്പോൾ വീക്കെൻഡിൻ്റെ സമയത്തും റിസ്ക് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെടുത്ത ഒരു സ്റ്റോക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ന്യൂസ് 6 മണിക്ക് ശേഷം വരികയാണ്. അതായത് മാർക്കറ്റ് 3:30 ക്ലോസ് ചെയ്യും. അതിനുശേഷം ഏതെങ്കിലും ന്യൂസ് വരികയാണെങ്കിൽ ചിലപ്പോൾ ആ സ്റ്റോക്കിനെ സാരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ന്യൂസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓവർനൈറ്റ് റിസ്ക് അവിടെ വരുന്നുണ്ട്. വീക്കെൻഡിലും ഇതുപോലെ തന്നെയാണ്. ആ ശനി ഞായർ എന്ന് പറയുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് നമ്മുടെ ട്രേഡിനെ എഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇൻട്രാഡേനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സ്ലോ ഗ്രോത്ത് ആണ് എന്ന് പറയാം. ഇൻട്രാഡേയിലാണെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് ട്രേഡ് കഴിയുന്നു, പ്രോഫിറ്റ് ലഭിക്കുന്നു, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ അങ്ങനെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സമയമെടുക്കും. പ്രോഫിറ്റിനാണെങ്കിലും ലോസിനാണെങ്കിലും കുറച്ചുകൂടെ സമയം എടുത്തിട്ടാണ് വരുന്നത്. അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നീട് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് ഫോൾ സിഗ്നൽസ് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ടോ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും. കറക്റ്റ് ആ ബ്രേക്ക് ഔട്ടൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം റിവേഴ്സ് ആകാനുള്ള സാധ്യതകളും ഉണ്ട്. സോ ഈ കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ ഇൻട്രാഡേ എന്താണെന്ന് മനസ്സിലായില്ലേ? സ്വിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിൽ നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് കുറച്ചൊരു സൈഡ് ബൈ സൈഡ് ആയിട്ട് കമ്പയർ ചെയ്യാം. അതിൽ ആദ്യത്തെ തന്നെ ടൈമിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സമയമുണ്ട്, നിങ്ങളൊരു ഫുൾ ടൈം ട്രേഡർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു ദിവസം ഒരു 4-5 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് അത്രയും സമയമൊന്നുമില്ല, നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സ്വിംഗ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. ഒരുപാട് സമയം നമ്മൾ മാർക്കറ്റിന് ഫ്രണ്ടിൽ ഇരിക്കേണ്ടി വരുന്നില്ല. രണ്ടാമത്തെ കാര്യം ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്. നമുക്ക് ഇൻട്രാഡേനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ക്യാപിറ്റൽ മതി. പക്ഷേ സ്വിംഗിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു 50,000 രൂപയെങ്കിലുമൊക്കെ ക്യാപിറ്റൽ ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് റിട്ടേൺസ് ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇൻട്രാഡേയിൽ വരുന്ന സമയത്ത് ഒരു 5,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ലിവറേജ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഒരു ബെറ്റർ ക്യാപിറ്റലായിട്ട് അത് മാറും. പക്ഷേ സ്വിംഗിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫുൾ ക്യാപിറ്റൽ അവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 50,000 എങ്കിലും നമ്മൾ ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് പ്രോഫിറ്റ്സ് ആണ്. പ്രോഫിറ്റ്സ് ഇൻട്രാഡേ തന്നെയാണ് കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ 1% ഒക്കെ ഡെയിലി ഏൺ ചെയ്യുന്നവർ ഉണ്ട്. പക്ഷേ ആ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ലോസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടൈ എന്ന് പറയാം. പക്ഷേ എന്നാൽ പോലും പ്രോഫിറ്റ് പെർസെൻറ്റേജ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഏൺ ചെയ്യാൻ സാധ്യതയുള്ളത് ഇൻട്രാഡേ തന്നെയാണ് കമ്പയറിംഗ് ടു സ്വിംഗ് ട്രേഡ്സ്. ഇൻട്രാഡേയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ റിസ്ക് ആണ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ ചിലപ്പോൾ കൂടുതൽ റിവൻസ് ട്രേഡ്സ് എടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് ലോസ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുപ്പിച്ച് 2 ട്രേഡ് എടുക്കുന്ന ലോസ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതലും നമുക്ക് പറയാം നമ്മുടെ സൈക്കോളജി എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ റിസ്ക് കൂടുതൽ വരുന്ന ഇൻട്രാഡേ ആണ്. പക്ഷേ സ്വിംഗിലോട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ശാന്തമാണ് കാര്യങ്ങൾ. കുറച്ചുകൂടെ ഒരു മോഡറേറ്റ് റിസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഹൈ ഒന്നുമല്ല, മോഡറേറ്റ് റിസ്ക് ആണ് നമുക്ക് വരുന്നത് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഇന്ത്യയിൽ ഒരു സക്സസ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേയിൽ ഏകദേശം ഒരു 5% ആൾക്കാരെ പ്രോഫിറ്റബിളായി മാറുന്നുള്ളൂ. പക്ഷേ സ്വിംഗ് ട്രേഡിലോട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ പെർസെൻറ്റേജ് ആണ്. ഒരു 15% ആൾക്കാർ, 5-15% ആൾക്കാർ സ്വിംഗ് ട്രേഡ്സിൽ പ്രോഫിറ്റബിൾ ആകുന്നുണ്ട്. സോ ഇതെല്ലാം വെച്ചിട്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൈം കൺസ്ട്രെയിൻസ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് സമയം മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ
പറ്റില്ലെങ്കിൽ ഡെഫിനറ്റ്ലി സ്വിങ്ങിലോട്ട് പോവുക. പക്ഷേ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാം, എനിക്ക് കുറേ സമയം എടുത്ത് പഠിച്ചാൽ മതി, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇൻട്രാഡേ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാം. കൂടുതൽ റിവാർഡിംഗ് ആണ് ഇൻട്രാഡേ. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇൻട്രാഡേയുടെ ഡിസഡ്വാൻറ്റേജസും എപ്പോഴും മനസ്സിൽ വെക്കുക. നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഇൻട്രാഡേ ട്രേഡിംഗ് ആയിരിക്കോ സ്വിംഗ് ട്രേഡിംഗ് ആയിരിക്കോ? താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.